ഹായ് നമസ്കാരം സുഹൃത്തുക്കളെ, വെൽമോണ്ട് വാട്ടർ സൊല്യൂഷന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ വീണ്ടും നമ്മുടെ ടീച്ചറിന്റെ വീട്ടിൽ വന്നേക്കാണ്, ഗംഗാദേവി ടീച്ചറിന്റെ വീട്ടിൽ വന്നേക്കുന്നത് നമ്മളൊരു വാട്ടർ പ്യൂരിഫയർ ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ കഴിഞ്ഞ വർഷം ഇതേ സെയിം ടൈം തന്നെയാണ് നമ്മൾ ഈ ഒരു വെസൽ നമ്മളിവിടെ പിടിപ്പിച്ചത്. അപ്പൊ അത് അടിപൊളിയായിട്ട് തന്നെ വർക്ക് ചെയ്യുന്നുണ്ട്. ഒരു വർഷം കഴിഞ്ഞു. അപ്പൊ ഇന്ന് നമുക്ക് നമ്മുടെ ടീച്ചറിന്റെ വീട്ടിൽ വാട്ടർ പ്യൂരിഫയറിന്റെ ആവശ്യകത വന്നേക്കണം. അപ്പൊ നമുക്ക് വാട്ടർ പ്യൂരിഫയർ കൊണ്ട് നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാം. അപ്പൊ അതിന്റെ വിശേഷങ്ങളായിരിക്കും നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പൊ നിങ്ങൾ സ്കിപ്പ് ചെയ്യാണ്ട് മുഴുവനായിട്ടും കാണാൻ ശ്രമിക്കുക. കുഞ്ഞു വീഡിയോ ആയിരിക്കുള്ളൂ. ബാക്കി വിശേഷങ്ങൾ ഞാൻ അകത്ത് ചെന്നിട്ട് കാണിച്ചിട്ടാ. അപ്പൊ ഈ വെസൽ ഫിൽട്രേഷന്റെ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ ഞാൻ ഇപ്പൊ ഈ ചെയ്യുന്ന വീഡിയോയുടെ ഫസ്റ്റ് കമന്റ് ആയിട്ട് ഞാൻ ഇതിന്റെ ലിങ്ക് ഞാൻ പിൻ ചെയ്തേക്കാം. അപ്പൊ താല്പര്യമുള്ളവർ കണ്ടു നോക്കിയിട്ട് അഭിപ്രായം പറഞ്ഞു കേട്ടോ. എന്നിട്ട് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമ്മുടെ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പൊ നേരെ നമുക്ക് അകത്തോട്ട് പോവാം. ബൈ. ഇൻസ്റ്റാൾ ചെയ്യേണ്ട ഏരിയ ഇവിടെയാണ് കേട്ടോ. നമ്മളുടെ ഒരു 9 ലിറ്റർ സ്റ്റോറേജ് കപ്പാസിറ്റി ഉള്ള RO വാട്ടർ പ്യൂരിഫയർ ആണ് നമ്മളിവിടെ പിടിപ്പിക്കുന്നത്. അപ്പൊ നമുക്ക് ഇവിടെയാണ് പിടിപ്പിക്കേണ്ടത്. അപ്പൊ നമ്മളുടെ ഇൻലൈൻ വാട്ടർ, അതായത് നമ്മുടെ റോ വാട്ടറിന്റെ പോയിന്റ് ഇവിടെ ഓൾറെഡി വന്നിപ്പുണ്ട്. അപ്പൊ ഇത് കഴിച്ചിട്ട് നമുക്ക് നമ്മുടെ ഒരു 1/4 ഇഞ്ചിന്റെ ഒരു ഇൻലൈൻ കണക്ടറും കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുക്കണം. അത് കഴിഞ്ഞിട്ട് ഒരു പ്രീ ഫിൽറ്റർ കയറിയിട്ടായിരിക്കുള്ളൂ നമ്മുടെ യൂണിറ്റിലേക്ക് കയറുന്നത്. അപ്പൊ നമുക്ക് നേരെ നമ്മുടെ ഇൻസ്റ്റാളേഷൻ സ്റ്റാർട്ട് ചെയ്യാം. ബൈ. നമ്മുടെ വർക്ക് കഴിഞ്ഞു കേട്ടോ. 9 ലിറ്റർ സ്റ്റോറേജ് കപ്പാസിറ്റി ഉള്ള നമ്മുടെ RO വാട്ടർ പ്യൂരിഫയറിന്റെ ഇൻസ്റ്റാളേഷൻ കഴിഞ്ഞു. അപ്പൊ നമ്മൾ വെള്ളമൊക്കെ ടെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. എക്സ്റ്റാൻഡ് ക്വാളിറ്റി തന്നെയാണ്, വേറെ കുഴപ്പമൊന്നുമില്ല. പ്രീ ഫിൽറ്റർ കയറിയിട്ടാണ് നമ്മുടെ യൂണിറ്റിലേക്ക് കയറുന്നത് കേട്ടോ. അപ്പോൾ ഇതിന്റെ ക്വാളിറ്റിയുടെ വിശേഷമൊക്കെ നമുക്ക് നമ്മുടെ കസ്റ്റമറോട് തന്നെ ചോദിച്ചു നോക്കാം. മിസ്റ്റർ വിഷ്ണു, ഗംഗാദേവി ടീച്ചറിന്റെ മകനാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും പരിചിതനാണ്. നമ്മുടെ പഴയ വീഡിയോയിൽ, നമ്മുടെ വെസൽ ഫിൽട്രേഷന്റെ വീഡിയോയിൽ ആള് വന്നിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹത്തോട് തന്നെ ചോദിച്ചു നോക്കാം നമുക്ക് എങ്ങനെയുണ്ട്, ഇഷ്ടപ്പെട്ടോ, വർക്ക് ഇഷ്ടപ്പെട്ടോ, ബാക്കിയുള്ള ഡീറ്റെയിൽസ് ഒക്കെ ആളുടെ തന്നെ നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാം. വരും. നമ്മുടെ വർക്ക് കഴിഞ്ഞു. വെള്ളം ഒന്ന് അതിനെടുത്ത് കുടിച്ചു നോക്ക്. കുടിച്ചു നോക്കിയിട്ട് എങ്ങനെയുണ്ടെന്ന് നമ്മുടെ പ്രഷറുകളൊന്ന് പറഞ്ഞോളൂ. എങ്ങനെയുണ്ട്? വ്യത്യാസമില്ലേ? നമ്മുടെ അതെ അതെ ഫിൽട്രേഷനകത്ത് നമുക്ക് ഈ പറഞ്ഞ പോലെ തന്നെ TDS, കണ്ടക്ടിവിറ്റി ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും കുറയൂല. പിന്നെ ഫിൽട്രേഷനകത്തുള്ള പോരായ്മ എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ബാക്ടീരിയ പോകില്ല. അതുപോലെ തന്നെ ഉപ്പ് എന്ന് പറയുമ്പോൾ സോഡിയം ക്ലോറൈഡിന്റെ പ്രസൻസ്, കാൽസ്യം കാർബണേറ്റിന്റെ, അതായത് ഹാർഡ്നെസ് അല്ല, നമുക്ക് ഹാർഡ്നെസ്സും ഇല്ല, നമ്മുടെ TDS ഒരു ഹൈ ലെവലിലുള്ള TDS എന്ന് പറയാൻ പറ്റില്ല. പക്ഷെ എന്നിരുന്നാലും നമുക്ക് കുറച്ചൊരു പ്യൂരിഫിക്കേഷന്റെ കൂടി ആവശ്യകത ഉണ്ടെന്നുള്ളൊരു തോട്ട് വന്ന പിന്നെയാണ് നമ്മൾ ഈ ഒരു സംഭവം കൂടെ ഇൻസ്റ്റാൾ ചെയ്തത്. നമ്മൾ വെസൽ ഫിൽട്രേഷൻ ചെയ്തിട്ട് ഏകദേശം 1 വർഷം വരെ കഴിഞ്ഞ അതേ സെയിം സീസണിലാണ് നമ്മൾ ചെയ്തത്. അത് കറക്റ്റായിട്ട് തന്നെ വർക്ക് ചെയ്യുന്നില്ലേ? വേറെ കുഴപ്പമൊന്നുമില്ല. കറക്റ്റായിട്ട് തന്നെ നമ്മളുടെ അഴുക്കൊക്കെ പോകുന്നുണ്ട്. ബാക്ക് വാഷ് ചെയ്തിട്ട് വേറെ കുഴപ്പമൊന്നുമില്ല. അപ്പൊ ഇത് സംഭവം ഓക്കെ അല്ലേ? ഇഷ്ടപ്പെട്ടില്ലേ? ഹാപ്പി അല്ലേ? അത് വെച്ചിട്ട് നമ്മള് ഉപയോഗിക്കുമ്പോ തിളപ്പിച്ചാൽ കുടിക്കാറുണ്ടായിരുന്നു. അതെ, അപ്പൊ ഇതിന് ആവശ്യമില്ല. ഇനിയിപ്പോ നമുക്ക് നേരിട്ട് കുടിക്കാം. കാരണം ഇത് പ്യൂരിഫൈഡ് വാട്ടർ ആണല്ലോ. പിന്നെ അത് ബാക്ടീരിയയും ഉപ്പ് എന്ന് പറഞ്ഞ സംഭവം ഇല്ലെന്ന് ഞാൻ സൂചിപ്പിച്ചായിരുന്നു.
ഉപ്പില്ല, പക്ഷെ ബാക്ടീരിയയുടെ സാന്നിധ്യം ഉണ്ടോ ഇല്ല എന്നുള്ള കാര്യത്തിൽ ഡൗട്ട് ഉണ്ട്. കാരണം അടുത്തടുത്തൊക്കെ വീടുകളില്ല. അപ്പൊ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് സോൾവ് ആയിട്ടുണ്ടാവും. അപ്പൊ ധൈര്യമായിട്ട് കുടിച്ചോളൂ. ഓക്കെ. അപ്പൊ എന്തെങ്കിലും പറയാനുണ്ടോ നമ്മുടെ പ്രേക്ഷകരോട്? അപ്പൊ താങ്ക് യു ഫോർ താങ്ക് യു. അപ്പൊ ഓക്കെ കൂട്ടുകാരെ, അപ്പൊ നിങ്ങൾക്കും ഒരു വ്യക്തത വന്നാണെന്ന് വിശ്വസിക്കുന്നു. അപ്പൊ നിങ്ങൾക്കും ഇതുപോലെ വർക്കുകൾ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ നമ്മളുമായി ബന്ധപ്പെടുക. അതേപോലെ തന്നെ വർക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമ്മുടെ ചാനലിലൂടെ നമ്മൾ വർക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ പുതിയൊരു വീഡിയോ ആയി വരുന്നത് ബൈ.